പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഒരു പകലുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനവുമായി കടന്നു വരുവാൻ വലിയവനായ ദൈവം, സ്വർഗത്തിലെ ദൈവം ഒരു അവസരം കൂടെ ആമേൻ തന്നതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. അല്പസമയം ധ്യാനിപ്പാൻ 91 സങ്കീർത്തനം അതിൻ്റെ 14 വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വേദാംശം സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുക. ഇവിടെ വായിക്കുന്നത് അവൻ എന്നോട് പറ്റിയിരിക്കാൻ. ആര്? സ്തോത്രം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് ആമേൻ ദൈവത്തോട് പറ്റിയിരിക്കാൻ. നമുക്കറിയാം, ആമേൻ, മുന്തിരിവള്ളിക്ക് കൊമ്പുകളോട് പറ്റിയിരിക്കാതെ ഒരിക്കലും ഫലം കായ്ക്കാൻ കഴിയില്ല. സ്തോത്രം. ആമേ. മുന്തിരിവള്ളി പറയും, ഞാനല്ലേ ഫലം കൊടുക്കുന്നത്, എനിക്ക് ഫലം കൊടുക്കാൻ കഴിയുമെന്നൊക്കെ മുന്തിരിവള്ളി പറയും. പക്ഷേ മുന്തിരിവള്ളിക്ക് കൊമ്പിനോട് പറ്റിയിരിക്കാതെ ഒരിക്കലും അതിൻ്റെ അനുഭവം പുറത്തു വരാൻ കഴിയില്ല. സ്തോത്രം. ആമേൻ. നോക്കൂ, ആ മുന്തിരിവള്ളി ആ കൊമ്പിനോട് പറ്റിച്ചേർന്നിരുന്ന് ആമേൻ അതിൻ്റെ കൃത്യ സമയത്ത് അതിൻ്റെ ഫലം യജമാന് കൊടുക്കുന്നത് പോലെ. എന്നാൽ ഒരു കാര്യമുണ്ട്, ഈ മുന്തിരിവള്ളിക്ക് കായ്ക്കാത്ത ചില കൊമ്പുകളുണ്ട്. അതെന്ത് ചെയ്യുന്നറിയാമോ? ഈ കൊമ്പുകളെ അധികം ഫലം കായ്ക്കേണ്ടത് എന്താണ്? ചെത്തി വെടിപ്പാക്കിക്കൊണ്ടേയിരിക്കും. സ്തോത്രം. അപ്പൊ ചെത്തൽ വരുമ്പോൾ ഈ കൊമ്പിന് ചിലപ്പോൾ വേദന ഉണ്ടാക്കും, ചിലപ്പോൾ ചില വേദനാജനകമായ അവസരങ്ങൾ അല്ലെങ്കിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അവിടെ സ്വർഗം പറയുന്നത് എന്താണ്? ഇതിന് ഞാൻ ഉദ്ദേശിക്കുന്ന ഫലം ഇതിൽ വരണം. അപ്പോൾ ചില വേദനകൾ വരും, ചില പ്രയാസങ്ങൾ വരും, ചില ബുദ്ധിമുട്ടുകൾ വരും, ഞെരുക്കങ്ങൾ വരും, ഭാരങ്ങൾ വരും. ആമേൻ. ആരെയും ഫേസ് ചെയ്യാൻ കഴിയാതെ മാറിയിരിക്കേണ്ട രംഗങ്ങൾ വരും. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ സ്വർഗം പറയുന്നത് അവൻ എന്നോട് പറ്റിയിരിക്കണം. സ്തോത്രം. ആമേൻ. അടുത്ത് പറയുന്നത് 15 വാക്യം പറയുന്നത് അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്ക് ശ്രദ്ധിക്കണേ: കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. കഷ്ടത വരുമ്പോൾ ഈ ഭൂമിയിലെ ബന്ധങ്ങളെല്ലാം മാറും. പ്രൈസ് ദി ലോർഡ്. ഉറപ്പായിട്ട് നിങ്ങൾ നോക്കൂ, കഷ്ടത ജീവിതത്തിൽ വരുമ്പോൾ ആമേൻ അനുഗ്രഹത്തിൽ കണ്ടവരൊന്നും കഷ്ടതയെ കാണത്തില്ല. ആരോഗ്യത്തിൽ കണ്ടവരൊന്നും ആമേൻ രോഗത്തിൽ കാണത്തില്ല. ആമേൻ. സൗന്ദര്യത്തിൽ കണ്ടവരൊന്നും സൗന്ദര്യം ക്ഷയിക്കുമ്പോൾ കാണത്തില്ല. ഹല്ലേലൂയ. ആമേൻ. നീ സമ്പത്തിൽ നിന്നെ കണ്ടവരൊന്നും നിന്റെ സമ്പത്ത് കുറയുമ്പോൾ നിന്റെ കൂടെ കാണത്തില്ല. നിന്റെ ബിസിനസ് മേഖലയിൽ നീ തഴച്ചു നിൽക്കുമ്പോൾ നിന്റെ കൂടെ ഉള്ളവരൊന്നും ആമേൻ ബിസിനസ് മേഖല തകരുമ്പോൾ നിന്റെ കൂടെ അവർ കാണത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെടുമ്പോഴും അവരെല്ലാം വിട്ടേച്ചു പോകും. മാറാരോഗങ്ങളെന്ന് പറഞ്ഞ് നിന്നെ അടിച്ചേൽപ്പിക്കുമ്പോഴും അവരെല്ലാം ഏൽപ്പിച്ച് നിന്നെ വിട്ടുപോകും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ കർത്താവ് പറയുന്നത് കൂടെ ഇരിക്കും എങ്കിൽ നീ ദൈവത്തോട് പറ്റിയിരിക്കും. പ്രോമിസ്. കർത്താവ് ഇന്ന് പകലിൽ ഞാൻ പലതിലും ആശ്രയിച്ചു, എൻ്റെ ആശ്രയസ്ഥാനം എല്ലാം ബ്ലോക്കായി. മനുഷ്യനിൽ ഞാൻ ആശ്രയിച്ചു, പ്രഭുക്കന്മാരിൽ ഞാൻ ആശ്രയിച്ചു. സ്തോത്രം. ആമേൻ. ബന്ധങ്ങളിൽ ഞാൻ ആശ്രയിച്ചു. എന്നെ സ്നേഹിച്ചെൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞവരൊക്കെ ഞാൻ ആശ്രയിച്ചു. അവരെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി, എന്നെ മാറ്റി നിർത്തി, എന്നെ പഴിച്ചു. പക്ഷെ ഇന്ന് പകലിൽ ഞാൻ തീരുമാനമെടുക്കുന്നു, ഞാൻ അങ്ങയോട് പറ്റിയിരിക്കും. നോക്കൂ, യോസേപ്പിനെ പറ്റി പഠിക്കൂ. യോസേപ്പ് ദൈവത്തോട് പറ്റി നടന്നു. എന്തെല്ലാം പ്രശ്നം അവൻ്റെ ജീവിതത്തിൽ വന്നു. പൊട്ടക്കുഴി, മിഥ്യാനക്കാരുടെ കച്ചവടശാലയിൽ അവനൊരു വിൽപ്പന ചരക്കായി നിൽപ്പാനിടയായി. തീർന്നില്ല. പോത്തിപ്പവന്റെ ഭവനത്തിലേക്ക് അവൻ പോയപ്പോഴും അവിടെയും അവന് പരീക്ഷാഘട്ടങ്ങളും പ്രശ്നങ്ങളും നേരിട്ടു. ചെയ്യാത്ത തെറ്റിനോ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. പക്ഷെ ദൈവത്തെ അവൻ വിട്ടില്ല. കാരാഗ്രഹത്തിൽ അവൻ അടയ്ക്കപ്പെട്ടപ്പോഴും ദൈവത്തോട് അവൻ പ്രാർത്ഥിപ്പാനിടയായി. എന്നാൽ യോബിനെ നോക്കൂ. യോബ് പറയുന്നു, അവനെന്നെ കൊന്നാലും ഞാൻ അവനെ വിട്ടുമാറത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ എന്നെ കൊല്ലട്ടെ, കൊന്നാലും അതോടെ തീരുമല്ലോ, ഞാൻ അവനെ വിടുകയില്ല. ആമേൻ. ഇതാണ് ഒരു ദൈവ പൈതൽ ദൈവത്തോട് പറ്റി നിൽക്കുന്നത്. ദൈവ പൈതലെ എല്ലാം ഒരു ദിവസം
ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമാകുമ്പോൾ, എല്ലാവരും നിന്നെ ത്യജിക്കുമ്പോൾ, എല്ലാവരും നിന്നെ മാറ്റി നിർത്തുമ്പോൾ, സ്തോത്രം, ഇയ്യോബ് പറയുന്നു, ഞാൻ ഇന്ന് പകൽ നീ എന്നെ കൊന്നാലും നിന്നെ വിടത്തില്ല. സ്തോത്രം. അടുത്തവൻ പറയുന്നറിയാം, ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ, ആമേൻ. അത് വെട്ടിക്കളഞ്ഞാലും അനേക ശിഖരങ്ങളായി പിന്നെയും അത് പുറത്തു വരും. ആമേൻ. നോക്കൂ, ഓരോ ഭാഗം നമ്മൾ അഭിഷക്തന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, സ്തോത്രം, അവിടെയൊക്കെ ദൈവത്തോട് പറ്റി നിന്നവരെ ദൈവം വിടുവിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. സ്തോത്രം. നിന്നെ വിടുവിക്കും കേട്ടോ. അല്പം ലേറ്റ്, വെയിറ്റ് ആൻഡ് സീ. ചില മിനിറ്റുകൾക്ക് ദൈവം നിന്നോട് സംസാരിക്കാതിരിക്കുന്നതല്ല. ആമേൻ. നിന്നെ ഒന്നുകൂടെ ദൈവം ഒന്ന് ഉടച്ച് പണിയുകയാ. ആമേൻ. നിന്നെ ഒന്ന് ഉടച്ച് കർത്താവിൻ്റെ രീതിക്കൊന്ന് പണിതുകൊണ്ടിരിക്കുക. ആമേൻ. നീ ക്ഷമിച്ച് സഹിച്ച് നിൽക്കുമെങ്കിൽ അവൻ നിന്നെ വിടുവിക്കും. മാത്രമല്ല, കഷ്ടകാലത്ത് മാത്രമല്ല, 16-ാം വാക്യം, ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. ആമേൻ. എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ദീർഘായുസ് കൊണ്ട്. നീ മരിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയായിരിക്കുക. എല്ലാവരും വിട്ടുപോയല്ലോ. സ്നേഹിച്ചവരും കൂടെ നിൽക്കുമെന്ന് പറഞ്ഞവരെല്ലാം വിട്ടുപോയി. ആമേൻ. സ്തോത്രം. എല്ലാവരും വിട്ടുപോയി. ഇനി മരിച്ചാൽ മതിയെന്ന് ചിന്തിച്ചിരിക്കുകയാണോ ഈ പ്രഭാതത്തിൽ? നിങ്ങളോടാ ദൈവാത്മ പറയുന്നത്, ഇല്ലടാ, നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. പോണവര് പോട്ടെ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെ മാനിക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം സ്തോത്രം പറയാൻ പറ്റുമോ? പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ജനത്തെ അങ്ങയുടെ പൊന്നുകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. സ്വർഗ്ഗം വരെ അനുഗ്രഹിക്കണം. ദൈവകരത്തിലേക്ക് താഴ്ത്തുന്നു. ഇന്ന് പകലിൽ ഈ സത്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം അവർക്ക് വേണ്ടി വഴികൾ തുറക്കണം, അത്ഭുതം ചെയ്യണം. കഷ്ടത നടുവിൽ നടന്നാലും ദൈവം അവരെ ഒറ്റയ്ക്ക് വിടുന്നില്ലല്ലോ. കർത്താവ് ചേർത്ത് പിടിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.